ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് തീർക്കാൻ കഴിയാത്തൊരു വിഷയമാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നോ കോണ്ടാക്റ്റ് ആണ്. ഈ നോ കോണ്ടാക്റ്റ് റൂളിൽ ഇരിക്കുന്ന സമയത്ത് പല ആളുകളുടെ ഒരു സംശയം, ഒരു 30 ദിവസമൊക്കെ ഇങ്ങനെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തി വേറെ ആരുടെയെങ്കിലും കൂടെ പോവോ, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഇഷ്ടാവുമോ, അല്ലെങ്കിൽ എന്നെ കംപ്ലീറ്റ്ലി മറക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. ആത്മാർത്ഥമായിട്ട് പരസ്പരം സ്നേഹിച്ച ഒരാൾ ആണെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങനെ മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോവില്ല. പക്ഷെ എങ്കിലും ഇത്തരത്തിലുള്ള ഫിയർ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് 2 പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ അഫർമേഷൻസ് നിങ്ങൾ മനസ്സിൽ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുകയും അത് മാക്സിമം ഫീൽ ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി മറ്റൊരാളിലോട്ട് പോവത്തില്ല. ആ ഒരു ഭയം നിങ്ങൾക്ക് ആവശ്യമില്ല. ആ അഫർമേഷൻസ് ആദ്യം ഒന്ന് പറയാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പ്ലസ് ഹാവിങ് എനർജി ആണോ വാണ്ടിങ് എനർജി ആണോ നമുക്കുള്ളത് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഹാവിങ് എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ വ്യക്തിയെ വീണ്ടും തിരിച്ച് നമ്മുടെ ലൈഫിലോട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ആദ്യം ഈ 2 അഫർമേഷൻസ് ഏതൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ലേഡിയാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പേര് അർജുൻ എന്നാണ് വിചാരിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അർജുൻ എന്നുള്ള പേര് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ ആരെയാണോ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന സമയത്ത് ഫിയർ ഉള്ള ആളുകൾക്ക് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ഇതാണ്. ഒന്നാമത്തെ അഫർമേഷൻ, അർജുൻ എന്നെക്കുറിച്ച് ഓർക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. അർജുൻ എന്നെക്കുറിച്ച് ഓർക്കുന്നു, അല്ലെങ്കിൽ അർജുൻ എന്നെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു. ക്ലിയർ ആയോ? രണ്ടാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഞങ്ങൾ ഒന്നിച്ച് ചിലവഴിച്ച സന്തോഷകരമായ നിമിഷങ്ങൾ അർജുൻ ആലോചിക്കുന്നു, അല്ലെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഓർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് രണ്ടാമത്തെ അഫർമേഷൻ വരുന്നത്. അപ്പോൾ ഇത് 2 മാക്സിമം ഫീൽ ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറയുക. രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾക്കൊരു 5 മിനിറ്റ്സ് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ രാവിലെ സമയമില്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ നോ കോണ്ടാക്റ്റ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. അവരെങ്ങോട്ടും പോവില്ല. ആ ഒരു ഭയം വേണ്ട. ഈ 2 അഫർമേഷൻസ് യൂസ് ചെയ്താൽ മതി. ഇനി ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. നമുക്ക് പലപ്പോഴും നമ്മുടെ ലൈഫിൽ അവരില്ലെങ്കിൽ നമുക്ക് അവരെ വേണം എന്നുള്ളൊരു ചിന്ത വല്ലാണ്ട് കൂടും. ഓവർ തിങ്കിങ് ആയിട്ട് മാറും. അത് എനിക്ക് അവനെ വേണം, അവനില്ലാതെ പറ്റില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ചിന്തിക്കും തോറും നമ്മുടെ മനസ്സിൽ ലാക്കാണ്. കാരണം ആ വ്യക്തി ഇല്ല എന്നുള്ളൊരു ചിന്ത തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ റൂള് പ്രകാരം നമ്മൾ പറയുക, ഒരു വാണ്ടിങ് എനർജി ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് വേണം. അപ്പോൾ അവിടെ ലാക്കാണ് കൂടുതൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുക. അപ്പോൾ അതിന് പകരം നമുക്കുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഹാവിങ് എനർജിയിലോട്ട് നമ്മുടെ തോട്ട് പ്രോസസ്സുകൾ വരിക. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യലായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്, ആ വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിരിക്കും. ആ നിമിഷങ്ങൾ നമ്മൾ വീണ്ടും നമ്മുടെ മനസ്സിൽ കണ്ണടച്ചുകൊണ്ട് റീക്രിയേറ്റ് ചെയ്യുക. നമ്മൾ സന്തോഷിച്ച ഓരോ നിമിഷങ്ങളും നമ്മൾ ഭയങ്കര ഫീലോട് കൂടിയിട്ട് മനസ്സിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ നിമിഷം നടക്കുന്ന പോലെ തന്നെ കാണാം പാസ്റ്റിൽ സന്തോഷിച്ച ഓരോ നിമിഷങ്ങളും, സ്നേഹം പങ്കിട്ടതും നിങ്ങൾ എൻജോയ് ചെയ്തതുമായിട്ടുള്ള ഓരോ മൊമെന്റ്സും. ഓക്കെ, യാത്ര പോയതും ഫുഡ് കഴിച്ചതും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും മാക്സിമം ഫീൽ ചെയ്തുകൊണ്ട് കാണാം. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാവിങ് എനർജിയിലോട്ട് വരും. ഈ വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉള്ള ഒരു ഫീല് നമുക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ മൈൻഡിന് അറിയില്ല ഇത് സത്യമാണോ നുണയാണോ എന്നുള്ളതൊന്നും. അത് മൈൻഡ് വിശ്വസിക്കും. നമ്മൾ എന്താണോ ഇമാജിൻ ചെയ്യുന്നത്, എന്താണോ നമ്മൾ ഫീൽ ചെയ്യുന്നത്, അത് സബ് കോൺഷ്യസ് മൈൻഡ് ബിലീവ് ചെയ്യും. അങ്ങനെ ബിലീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ വ്യക്തി നമുക്ക് നമ്മളെക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ കഴിയില്ല. ആലോചിക്കും, നമ്മളെ മിസ് ചെയ്യും. നമ്മുടെ ആബ്സെൻസിൽ അവർക്ക് ഭയങ്കര പ്രയാസങ്ങളായിരിക്കും. അവർ എന്നിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, തിരിച്ചു വരും.
നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. അപ്പോൾ അത്രയും പവർഫുൾ ആണ് ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ബ്രേക്കപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആലോചിക്കുക ആ പ്രശ്നം ഉണ്ടായ ആ പ്രശ്നത്തെക്കുറിച്ചായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുക. അതായിരിക്കും നമ്മുടെ മൈൻഡിൽ കൂടുതലായിട്ട് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലേ? അപ്പം അതിന് പകരം നമ്മുടെ ആ ഒരു ഫോക്കസ് ആ കാര്യത്തിൽ നിന്നും ഹാപ്പി ആയിട്ട് നമുക്ക് എന്തൊക്കെ ആ റിലേഷൻഷിപ്പിൽ കിട്ടിയിട്ടുണ്ട് ആ കാര്യങ്ങളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷണൽ ഫ്രീക്വൻസി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഹാവിങ് എനർജിയിലോട്ട് നമ്മുടെ മൈൻഡിനെ സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ സ്വിച്ച് ചെയ്യുന്നത് വഴി നമുക്ക് ഈസി ആയിട്ട് ആ വ്യക്തിക്ക് നമ്മുടെ ആബ്സെൻസ് നന്നായിട്ട് മിസ് ചെയ്യിപ്പിച്ച് നമ്മുടെ വാല്യൂ മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ പല ആളുകളും ചോദിക്കാറുണ്ട് ഈ നോ കോണ്ടാക്ട് റൂൾ എത്ര ദിവസം അപ്ലൈ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 5 ഇയേഴ്സിനുള്ളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 30 ഡേയ്സ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. 5 ഇയേഴ്സിൽ കൂടുതലായി നിങ്ങൾ പ്രണയിക്കുന്നു, അങ്ങനെയാണ് ബ്രേക്കപ്പ് ആയതെങ്കിൽ നിങ്ങളൊരു 45 ഡേയ്സ് എങ്കിലും നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഹാപ്പിനെസ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രഗിളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് കൃത്യമായിട്ട് സോൾവ് ചെയ്യണം, അതിന് മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കാവുന്നതാണ്. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ധൈര്യമായിട്ട് വിളിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാം, അതിനുള്ള സൊല്യൂഷൻസ് ഞങ്ങൾ നൽകുന്നതാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പ്രയോറിറ്റി നൽകുന്നില്ല, വാല്യൂ നൽകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ അഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മെസ്സേജ് ഇട്ടാൽ മതി. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാല്യൂ ആൻഡ് പ്രയോറിറ്റി അഫർമേഷൻ എന്ന് മെസ്സേജ് ഇടുക. ഫ്രീ ആയിട്ട് ആ അഫർമേഷൻ അയച്ചു തരാം. അത് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകും, വാല്യൂ നൽകും. നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.